കേരളത്തിന് വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഇന്ന് കണ്ണൂരിൽ നിന്നും അതിരാവിലെ പുറത്തു വന്നത്. നാടക സംഘം സഞ്ചരിച്ചിരുന്ന ഒരു വാഹനം അപകടത്തിൽപ്പെടുകയും അതിൽ പ്രതിഭാധനരായ 2 നാടക പ്രവർത്തകർ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന വാർത്തയാണ് പുറത്തു വന്നത്. ഇത് കായംകുളം ദേവ കമ്മ്യൂണിക്കേഷന്റെ നാടക സംഘം സഞ്ചരിച്ച മിനി ബസ് ആയിരുന്നു. അത് കണ്ണൂരിൽ നിന്നും സുൽത്താൻ ബത്തേരിക്ക് പോകുന്നത് വഴി കണ്ണൂർ കേളകം ഏലക പീടിക റോഡിലെ മലയാമ്പടിക്ക് സമീപം വളവിൽ മറിയുകയായിരുന്നു. നാടകരംഗത്തെ വളരെ കരുത്തരായ 2 പ്രതിഭകളെ 2 സ്ത്രീകളെയാണ് ഈ അപകടത്തിലൂടെ നഷ്ടമായിരിക്കുന്നത്. ഇതിന് കാരണമായി പറയുന്നത് ഗൂഗിൾ മാപ്പ് ചതിച്ച ചതിയാണ് എന്നതാണ്. ഇവർ കണ്ണൂരിൽ നിന്ന് ബത്തേരിക്ക് പോകുന്നവരാണ്. പോകേണ്ട ഒരേ ഒരു വഴി എന്ന് പറയുന്നത് കൊട്ടിയൂർ വഴിയുള്ള മാനന്തവാടിയിലേക്കുള്ള റോഡാണ്. അതിനു പകരം മഴ കാരണം തകർന്ന് അടച്ചിട്ടിരിക്കുന്ന ഒരു നെടുമ്പോയി മാനന്തവാടി റോഡ്, ആ റോഡിലൂടെയാണ് ഗൂഗിൾ വഴി കാണിച്ചത്. തുടർന്ന് റോഡ് അടച്ചിട്ടിരിക്കുന്നിടത്ത് ചെന്നപ്പോൾ ചെങ്കുത്തായ ചെറിയ പഞ്ചായത്ത് റോഡിലേക്കും അനേകായിരം അടി കുത്തനെ കിടക്കുന്ന മലവാരത്തെ റോഡിലേക്കുമൊക്കെ വഴിമാറ്റി കൊണ്ടുപോവുകയായിരുന്നു. പ്രത്യേകിച്ച് ഈ പ്രദേശവാസികൾ അല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഈ സ്ഥലത്തെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നിരിക്കില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. തന്നെയുമല്ല, ഇങ്ങനെ ഗൂഗിൾ മാപ്പിലൂടെ മുമ്പൊക്കെ സഞ്ചരിച്ചവരാകുമ്പോൾ വളരെ കൃത്യമായ ആ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേർന്ന അനുഭവം കൂടി ഉള്ളവരാകുമ്പോൾ ഒരിക്കലും ഗൂഗിളിനെ അവിശ്വസിക്കാനുള്ള ഒരു കാരണം ഗൂഗിളിനെ അവിശ്വസിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ആ വഴിയിലൂടെ അവർ മുന്നോട്ട് പോയിട്ടുണ്ടാവും. പക്ഷേ ആ ഗൂഗിളിനെ വിശ്വസിച്ച് മുന്നോട്ട് പോയ ആ യാത്ര 2 പേരുടെ ജീവനെടുത്തു എന്നുള്ള ഒരു വലിയ നഷ്ടമാണ് കേരളത്തിന് സംഭവിച്ചിരിക്കുന്നത്. രാവിലെയാണ് നാടിനെ നടുക്കിയ അപകടം നടക്കുന്നത്. നാടക ട്രൂപ്പ് സഞ്ചരിച്ച വാഹനം വളവിൽ മറിഞ്ഞ് 2 നാടക നടിമാരാണ് മരണത്തിന് കീഴടങ്ങിയത്. അരങ്ങിലെ നാടകാഭിനയം കഴിഞ്ഞ് വീണ്ടും ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് ഗൂഗിൾ മാപ്പിന്റെ രൂപത്തിൽ അവരുടെ ജീവിതം നഷ്ടമായത്. ഓരോ നാടകവും കിട്ടുമ്പോൾ നമുക്കറിയാം, നാടക കലാകാരന്മാർ എന്ന് പറയുന്നത് ഒരുപാട് പ്രതീക്ഷകളുമായാണ് അവർ ഓരോ വേദിയും അഭിനയിക്കാൻ പോകുന്നത്. അതുപോലെ അവരുടെ ജീവിത സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് അത്രത്തോളം കഷ്ടപ്പാട് നിറഞ്ഞതാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാത്തൊരു വിഷയമാണ്. പണ്ടൊക്കെ നമുക്കറിയാം, തുടക്കത്തിൽ ഈ നാടകക്കാരുടെ പ്രതിഫലം എന്ന് പറയുന്നത് വളരെ നിസ്സാര തുകയാണ്. 10ഓ 15ഓ ഒക്കെ രൂപയിൽ തുടങ്ങിയ പ്രതിഫലമാണ് ഇന്ന് 2500 എന്ന നിലയിലേക്കൊക്കെ എത്തി നിൽക്കുന്നത്. മിക്ക കലാകാരന്മാരും ഇതിനോടൊപ്പം മറ്റു ജോലികൾ കൂടി കണ്ടെത്തുന്നുണ്ട്. ആ ജോലികൾ കൂടി ചെയ്തിട്ടാണ് അവരുടെ കുടുംബം പോറ്റാനുള്ള പല വഴികളും ഇവർ സ്വീകരിച്ച് വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും ഇവരെല്ലാവരും ഒരു വേദി കിട്ടിയാൽ ആ വേദി നഷ്ടപ്പെടുത്താതെ ആ വേദിയിൽ അഭിനയിക്കാൻ പോകുന്നതും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതും. പ്രതിഫലം ഒരു വശത്ത് നോക്കുമ്പോൾ കലയോടുള്ള അടങ്ങാത്ത സ്നേഹവും ഇക്കൂട്ടരിൽ ഉണ്ട്. അവരെ ഈ ജോലിയിൽ നിന്ന് പിന്തിരിക്കാതെ നിർത്തുന്നതും അതൊക്കെ തന്നെയാണ്. അതുപോലെ ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ആയിട്ടായിരിക്കും കായംകുളം ദേവ കമ്മ്യൂണിക്കേഷൻസിലെ ജീവൻ നഷ്ടപ്പെട്ട ഈ 2 നാടക നടിമാർ അഞ്ജലിയും ജെസ്സിയും നാടകം അഭിനയിക്കാൻ പോയത്. അവരുടെ ജീവിതത്തിലെ അവസാനത്തെ നാടകമായിരിക്കുമെന്നോ ആ യാത്ര അവസാനമായിരിക്കുമെന്നോ ഒന്നും അവർ കരുതിയിട്ടുണ്ടാവില്ല. ജെസ്സി നാടക രംഗത്തേക്ക് വന്നിട്ട് 35 വർഷമായിട്ടുണ്ട്. അവരുടെ ജീവിതം തീർത്തും യാതനകൾ നിറഞ്ഞതായിരുന്നു. ജെസ്സിയുടെ ഭർത്താവും ഒരു നാടക നടൻ കൂടിയായിരുന്നു. തേവലക്കര മോഹൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. 2 പേരും കൊല്ലത്തെ യവന ട്രൂപ്പിൽ, പ്രസിദ്ധമായ യവന ട്രൂപ്പിൽ ഒരുമിച്ച് ഉണ്ടായിരുന്നവരാണ്. ഏകദേശം 10 വർഷത്തിലധികം ഇവർ ഒരുമിച്ച് യവന ട്രൂപ്പിന് വേണ്ടി നാടകം അഭിനയിച്ചവരാണ്. എന്തൊക്കെയോ സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് കൊല്ലം യവന നിർത്തലാക്കേണ്ടി വന്നു. കൊല്ലം ബാബു എന്ന ഒരു വ്യക്തിയായിരുന്നു അതിന്റെ സംഘാടകൻ. അദ്ദേഹത്തിന്റെ മരണശേഷം ഇവർ 2 പേരും 2 സമിതിയിലായി ആവുകയായിരുന്നു. നൃത്ത നാടക ട്രൂപ്പ് തേവലക്കര മോഹൻ, ഇവരുടെ ഭർത്താവായ തേവലക്കര മോഹൻ അതിനുശേഷം ആരംഭിച്ചു. പക്ഷെ അതും പരാജയപ്പെടുകയായിരുന്നു. അതിൽ നിന്നൊക്കെ പിന്മാറി ജെസ്സി മാത്രം നാടകത്തിൽ തുടരുകയായിരുന്നു. ഭർത്താവിന് സുഖമില്ലാതായി, അദ്ദേഹവും മരണത്തിന് കീഴടങ്ങി. അദ്ദേഹം മരിച്ചിട്ട് ഏകദേശം 6 മാസം ആവുന്നേ ഉള്ളൂ. അതിനുശേഷമാണ് ജെസ്സി വീണ്ടും കണ്ണൂരിലെ ട്രൂപ്പിൽ നിന്നും ഈ വർഷം കായംകുളം ദേവ കമ്മ്യൂണിക്കേഷൻസിൽ എത്തുന്നത്. അങ്ങനെ കണ്ണൂരിൽ പരിപാടി കഴിഞ്ഞ് തിരിച്ച് തലയോലപ്പറമ്പിലേക്ക് പോകുമ്പോഴാണ് അപകടം നടന്നത്. മരിച്ച അഞ്ജലി ഒരു നർത്തകിയായിരുന്നു. പ്രൊഫഷണൽ നാടകരംഗത്തേക്ക് ഈ വർഷം മുതലാണ് വന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിധി അപകടമായി എത്തി 2 പേരുടെയും ജീവൻ എടുക്കുകയായിരുന്നു. ഗൂഗിൾ മാപ്പ് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ അറിയാത്തതും അപകടത്തിന് കാരണമായി എന്നും ഒരു അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. ബസ്സിന് നല്ല രീതിയിൽ പോകാൻ സാധിക്കാത്ത വഴിയിലൂടെ ഗൂഗിൾ മാപ്പ് നോക്കി പോയതാവാം കേളകത്തെ 2 പേരുടെ മരണത്തിനിടയാക്കിയ അപകടത്തിന് കാരണം. കായംകുളം ദേവ കമ്മ്യൂണിക്കേഷൻസിന്റെ മിനി ബസ്സാണ് കേളകം മലയാമ്പടി റോഡിലെ എസ് വളവിൽ ഇന്ന് പുലർച്ചെ അപകടത്തിൽപ്പെട്ടത്. ബസ്സിലുണ്ടായിരുന്ന കായംകുളം മുതുകുളം സ്വദേശിയാണ് അഞ്ജലി, തേവലക്കര സ്വദേശിനിയാണ് ജെസ്സി മോഹൻ. 12 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അപകട വിവരം അറിഞ്ഞ് പുലർച്ചെ തന്നെ നിരവധി നാട്ടുകാർ സംഭവ സ്ഥലത്തെത്തി. ഒരിക്കലും ഒരു ബസ് കയറി പോകാൻ പറ്റുന്ന വഴി ആയിരുന്നില്ല. കേളകത്ത് നിന്ന് പൂവത്തിൻചോല വഴി 29ാം മൈലിലേക്ക് പോകുന്ന വഴി ഒരു ചെറിയ റോഡാണ്, ചെറിയ വാഹനങ്ങൾ പോകുന്ന റോഡാണ്. 2ാമത്തെ ഹെയർപിന്നിൽ നിന്ന് വണ്ടി പിന്നോട്ട് വന്ന അപകടത്തിൽ പെടുകയായിരുന്നു എന്നാണ് കേട്ടത്. വളവിൽ നിന്ന് താഴെ കുത്തനെ നിർത്തിയ നിലയിലായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്.
നാടകം കഴിഞ്ഞ് സുൽത്താൻ ബത്തേരിയിലേക്ക് പോവുകയായിരുന്ന മിനി ബസ്സാണ്. 14 പേർക്ക് പരിക്കുണ്ട്. മാനന്തവാടി റോഡിൽ പേരിയ ചുരത്തിലെത്തിയപ്പോൾ വഴി ബ്ലോക്കാണെന്നറിഞ്ഞ് കൊട്ടിയൂർ ബോയ്സ് ടൗൺ റോഡിലേക്ക് പോകുന്നതിനാണ് ഇവർ എളുപ്പവഴിയിലൂടെ കേളകത്തേക്ക് എത്തിയത് എന്നാണ് അറിയുന്നത്. വാഹനത്തിന്റെ മുൻസീറ്റിൽ ഇരുന്നവരാണ് മരിച്ചത്. താഴെയുള്ള കുഴിയിലേക്ക് മുൻഭാഗം കുത്തിവീണ വാഹനം ചെറിയൊരു മരത്തിൽ തങ്ങിയാണ് നിന്നത്. തൊട്ട് താഴെ വീടുകളുണ്ട്. എന്തായാലും വാഹനം മാറ്റാനുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമാനസ്.